ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം മൃദംഗനാദത്തിന് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഭരതനാട്യത്തിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ എന്ന് കരുതി. ഇത് കാരണം ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇനി വേറെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഇല്ല, ഞാൻ തന്നെ എൻ്റെ കലാവിരുദ്ധാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 ആയപ്പോൾ തന്നെ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത്. കാരണം 9 മണിയാകുമ്പോൾ മോർണിംഗ് തന്നെ എനിക്ക് ഡാൻസ് ക്ലാസ്സിലെത്തണം. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി, എനിക്ക് അമ്മയാണ് മുടി ഫുള്ള് കെട്ടിത്തന്നത്, അല്ലാണ്ടൊന്നും ഇരിക്കില്ല. ഞാൻ സ്മൂത്ത് ചെയ്തേക്കുന്നതും കൂടെ കൊണ്ട് തന്നെ നല്ല പാടായിരുന്നു കെട്ടാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നോർമൽ റൊട്ടീൻ പോലുള്ള സെറോം മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട്, പിന്നെ നമുക്ക് ഒരു ഫൗണ്ടേഷൻ, എൻ്റെ ഷെയ്ഡല്ല അത് ശരിക്കും, ആ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്ത്, കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ്, അത് യൂസ് ചെയ്തിട്ട് പിന്നെ പാൻ കേക്കാണ്, എൻ്റെ 2 പാൻ കേക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഷെയ്ഡ് 25ഉം പിന്നെ ഒരു യെല്ലോയും. ഞാൻ അറിയാതെ ആദ്യം 25 എടുത്ത് ആദ്യം അടിച്ചു. മഞ്ഞ എടുത്താണ് ആദ്യം അടിക്കേണ്ടത്, അത് ഫുള്ളൊന്ന് അടിച്ച്. അമ്മ അവിടെ നിന്ന് ഒരുങ്ങിയിട്ടിരിക്കുകയാണ്. കാരണം എന്നേക്കാൾ മുമ്പേ അമ്മ പോകും. അമ്മ ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ 11 മണി ട്രെയിൻ അമ്മ പോകും. അമ്മ നേരത്തെ റെഡിയാകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരണമല്ലോ. ഈ ചുട്ടിയും മാട്ടി അതെല്ലാം അമ്മ തന്നെ സെറ്റ് ചെയ്ത് തരണം. ഒറ്റയ്ക്ക് എന്നെ കൊണ്ടത് പറ്റില്ല ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കുത്തിയിരുന്ന് എന്താകുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ട്രയൽ ചെയ്ത് നോക്കിയിരുന്നു. അത് ഫ്ലോപ്പായില്ല, അത് സെറ്റായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കുറേ കൂടി മേക്കപ്പ് കൂടിപ്പോയി. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അധികം മേക്കപ്പ് ഇടണ്ട, കുറച്ച് ലൈറ്റായിട്ടുള്ള മേക്കപ്പ് മതി എന്നുള്ളത്. പക്ഷെ ഞാൻ ചെയ്ത് തന്നപ്പോൾ അത് ലൈറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരുപാട് ഹെവി ആയിട്ട് ചെയ്തിട്ടില്ല, കുറച്ച് അത്യാവശ്യം വേണ്ട രീതിയിലേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആ യെല്ലോ കോട്ടിങ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡ് മാത്രം ഇടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡള്ളായിപ്പോവും. അപ്പോൾ ആ യെല്ലോ പാൻ കേക്കും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടും, കുറച്ചുകൂടെ ഇങ്ങനെ എടുത്തിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഞാൻ 1-2 വീഡിയോസൊക്കെ ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ട് മേക്കപ്പ് ചെയ്യുന്നതിന്. അതുമല്ലാതെ എൻ്റെ അരങ്ങേറ്റത്തിന് ആൻറ്റി അവിടെ ചെയ്തിരുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ഓരോന്നും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഒരുവിധം മേക്കപ്പ് സാധനങ്ങളൊക്കെ എൻ്റെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് എക്സ്ട്രാ മേടിക്കേണ്ടി വന്നത് ആ പാൻ കേക്ക് 2 മാത്രമാണ്. അത് നമ്മളങ്ങനെ യൂസ് ആക്കില്ലല്ലോ. അത് മാത്രമാണ് എനിക്ക് എക്സ്ട്രാ വന്നത്. ഞാൻ 6 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂമിലൊന്നും ഇരുന്ന് ചെയ്തില്ല. കാരണം അത്രയ്ക്ക് സാധനങ്ങളുണ്ട്, എല്ലാം നിരത്തി വെച്ചിട്ട് വേണം. റൂമിലൊക്കെ ആണെങ്കിൽ ബെഡിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് പടിയാകും. കാരണം നമ്മൾ പാൻ കേക്ക് ഫുള്ള് വെള്ളത്തിൽ മുക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഞാനതെല്ലാം ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്നിരുന്ന് നിരത്തി വെച്ചിട്ടുള്ള പണിയാണ്. ഇതൊന്ന് ഉണങ്ങി സെറ്റായി, പെട്ടെന്ന് ഉണങ്ങും, വെള്ളമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എൻ്റെ പുരികം വന്നിട്ട് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന മറ്റേ ഐബ്രോ പാലറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് തന്നെയാണ് ഞാനൊരു ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുത്തത്. എന്നിട്ട് അതിനകത്ത് കൺമഷിയല്ല, മറ്റേ എന്തോ കാജലിൻ്റെ ആ ഒരു ലിക്വിഡ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് പേര് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഞാൻ മറന്നുപോയി എൻ്റെ പേര്. അത് വെച്ചാണ് ഞാൻ എഴുതിയത്. ഔട്ട്ലൈൻ മാത്രം ഞാൻ ഇത് വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ അത് വെച്ച് ഔട്ട്ലൈൻ എഴുതാനില്ലേ ഞാൻ ദിഗംബരനെ പോലെ ഇരിക്കും. അതുകൊണ്ട് ആദ്യം കഴിഞ്ഞ തവണ എഴുതിയപ്പോൾ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കൺമഷി വെച്ച് മാത്രം എഴുതി. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ്. അതുകൊണ്ട് ഞാനത് മാറ്റി പഠിച്ചത്. ഞാൻ നോർമലി എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ വീതിക്ക് എഴുതി. എന്നാലും ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഇരിക്കുന്ന പോലെയും ഒരു ഹൈലൈറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ എന്തെടുത്തെന്നറിയോ, നമ്മുടെ കോമ്പാക്റ്റ് അല്ല, ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ അതിനൊരു ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുത്ത്, അപ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നിൽക്കും. അങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഓരോന്നൊക്കെ കാണിച്ച് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഞാൻ നോർമലി അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ആ ഒരു കോട്ടൺ പാഡ് വെച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്തതാണ്, ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. തുടച്ചെടുക്കാൻ പറ്റില്ല, മൊത്തം കൂടി പെയിൻറ്റ് ഫുള്ളിങ്ങനെ പോരും. അങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള വെപ്രാളമാണ്. കാരണം 6 മണി മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ 6:30-6:45 കാരണം സെറ്റ് ചെയ്യാൻ കുറച്ച് പണി പെട്ടായിരുന്നു. കാരണം ബാക്കിൽ കുറച്ച് ബാക്ക് കോമ്പ് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഈ സ്മൂത്ത് ചെയ്തേക്കുന്നത് കൊണ്ടില്ലേ, കണ്ട മുടി കയറി പൊങ്ങിയിരിക്കുന്നത്. എൻ്റെ മുടിയുടെ ചില സമയത്ത് സ്വഭാവമാണ്. അത് വെച്ച് സ്ലൈഡ് കുത്തണമെന്ന് വിചാരിച്ച പക്ഷെ മറന്നുപോയി. പിന്നെ ഐ മേക്കപ്പാണ്. അത് ഞാൻ
അൺഎക്സ്പെക്റ്റഡായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു സാധനമാണ്. എനിക്ക് പർപ്പിളിനകത്തുനിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതിനകത്ത് ഈ ഐ ഷാഡോ ഇങ്ങനെ മിനുക്കമുള്ളതുണ്ടല്ലോ, ഗ്ലിറ്ററിൻ്റെ അതുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴോ തപ്പിയപ്പോൾ കിട്ടിയതാണ്. അതും കൂടിയിട്ട് ഓൾറെഡി എൻ്റെ ഐ ഷാഡോ പാലറ്റിനകത്ത് ഗ്ലിറ്ററിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒന്നും കൂടെ നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കൊള്ളാം. അതുമല്ല, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുകയും ചെയ്ത് അരങ്ങേറ്റത്തിന് ഡാൻസ് ക്ലാസ്സിൽ നിന്നാണോ ഞാൻ മേക്കപ്പ് ചെയ്തതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കും മനസ്സിലൊരു കുളിർമയൊക്കെ തോന്നി. എൻ്റെത് ഇത്രയെങ്കിലും ബെറ്റർ ആയില്ലോ എന്നുള്ളത്. പക്ഷേ എനിക്ക് മാത്രം തോന്നിയതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അധികം ബോറല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ണിൽ നമുക്ക് കൺമഷി തന്നെ എഴുതണമെന്ന് പറഞ്ഞ് അത് നടക്കില്ല. പിന്നെ ഞാൻ ഈ നമ്മുടെ വാട്ടർ പ്രൂഫ് ഐലൈനർ വെച്ച് ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് ഫുൾ ഔട്ട്ലൈനൊക്കെ ഇങ്ങനെ വാലക്കിയിട്ട് ഔട്ട്ലൈൻ മാത്രം കൊടുത്ത്, എന്നിട്ട് അതിനകത്ത് ഞാൻ ആ കാജലിട്ടിങ്ങനെ അടിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്രഷ് ഉണ്ടായിരുന്നു, അത് വെച്ച് ജസ്റ്റ് കൊടുത്തതാണ്. അല്ലാണ്ട് നമുക്ക് ഫുള്ളി, ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ലല്ലോ ഫുള്ളി ഈ കൺമഷി വെച്ച് തന്നെ വരച്ചെടുക്കാനായിട്ട്. കാരണം ഇങ്ങനെയൊക്കെ മാറുമ്പോഴത്തേക്ക് തുടയ്ക്കാതെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ഫുള്ള് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്രഷിൻ്റെ കണ്ടോ, അത് ഇങ്ങനെ നൈസായിട്ടുള്ള ബ്രഷാണ് വരുന്നത്. അത് കൊള്ളാം. അത് ഞാനൊരു സെറ്റായിട്ട് വാങ്ങിയതായിരുന്നു. അങ്ങനെ അതിനകത്തിരുന്നു. അത് ഇപ്പം അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ അന്നേരം ഓർത്ത് ഇതൊക്കെ ഞാൻ എന്തിനാണ് വാങ്ങിച്ചത്, ഒരാവശ്യമില്ലല്ലോ എന്ന്. കാരണം ഞാൻ ഒരൊറ്റ ബ്രഷേ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ കൂടുതലും കൈ വെച്ചിട്ട് ടാപ്പ് ചെയ്ത് പോവുകയേ ഉള്ളൂ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട്. ഇതെന്തായാലും ബെറ്ററായി. ഇപ്പം എല്ലാവരും എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മേക്കപ്പ് കണ്ടിട്ട്. കാരണം എല്ലാവരും പറയുന്നത്, നീ മേക്കപ്പ് ഇട്ടാന്ന് തോന്നില്ല, സാധാരണ നീ ഇങ്ങനെ ഡാൻസുകാരെ പോലെ മേക്കപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നത്. എനിക്ക് പനിയാണ്, അപ്പോൾ എൻ്റെ തൊണ്ടയെല്ലാം ഇടറുന്നതാണ്, സൗണ്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് വാലൊക്കെ ഇട്ടിട്ടും എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല. എന്നിട്ട് ഒരുവിധം ഓൾമോസ്റ്റ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിടാനുള്ള പാൻറ്റാണ് ഞാൻ പുറകെ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെയാണ് ഞാൻ കണ്ടത് പാൻറ്റ് അവിടെ കിടപ്പുണ്ടല്ലോ എന്ന്. പിന്നെ ഒരുവിധം എല്ലാം സെറ്റാക്കി. വാലെനിക്ക് പണി തന്നു കേട്ടോ. ഒരു വാലെഴുതിയ കറക്റ്റായിട്ട് എഴുതി, അടുത്ത വാലെഴുതിയപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി. അത് ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കോണ്ടൂർ ചെയ്യാനാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ മറ്റേ ഐബ്രോ പാലറ്റിനകത്ത് കളറെടുത്ത് വെച്ചൊന്ന് കോണ്ടൂർ ചെയ്ത് വിട്ട്. പക്ഷേ വലിയ പണി കിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയെന്ന് വെച്ചാൽ മറ്റേ നൈബയുടെ ഹൈലൈറ്റർ ഉണ്ടല്ലോ, അതെടുത്ത് ഞാനൊരു തേപ്പ് അങ്ങോട്ട് തേച്ച് അത്രയും ഭാഗത്ത് മേക്കപ്പ് പോകുന്നു. എനിക്ക് പെട്ടെന്ന് ഭ്രാന്തായിപ്പോയി. അയ്യോ, എൻ്റെ മേക്കപ്പ് ഫുള്ള് പോയല്ലോ എന്ന്. പിന്നെ ഞാൻ വീണ്ടും ആ പാൻ കേക്കൊക്കെ വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിലൊരു ബ്ലഷ് ഉണ്ടായിരുന്നു. ആ ബ്ലഷ് വെച്ചിട്ട് അതൊരു ക്രീമി ബ്ലഷാണ് വരുന്നത്. അതും ഇൻസൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ അത് വെച്ച് ഒന്ന് ബ്ലഷ് ചെയ്ത് വിട്ട്, അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അല്ലാണ്ട് എൻ്റെ കയ്യിൽ മറ്റേ ഇത് നമ്മുടെ കോമ്പാക്റ്റ് പോലത്തെ ഹൈലൈറ്റർ വരത്തില്ലേ, ലിക്വിഡ് അല്ലാത്തത്, അതുണ്ടായിരുന്നു. അത് വെച്ച് ബ്രഷ് വെച്ച് അടിച്ചു വിട്ടു. അപ്പോഴും അത്യാവശ്യം ബെറ്ററായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ചുട്ടിയൊക്കെ വെച്ച്, പിന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, തിന്നാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അമ്മേൻ്റെ ഫുഡൊക്കെ എനിക്ക് വാരിത്തരുമായിരുന്നു. കഴിക്കുന്നത് ഞാൻ കഴിക്കാണ്ടിറങ്ങി ഓടിയേക്കും. അതിനിട്ടാണ് നേരത്തെ തന്നെ ഫുഡൊക്കെ തന്നിട്ട് പോകുന്നത്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഫുള്ള് കറുത്ത കോട്ടൺ ചരടിട്ട് കെട്ടണം, ഇല്ലെങ്കിൽ ഫുൾ അഴിഞ്ഞു പോയിരിക്കും. എന്നിട്ട് അതിൽ സ്ലൈഡെല്ലാം കുത്തി ഭയങ്കര പണിയാണ്. പിന്നെ അവസാനം ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി എന്നെ വിട്ടിട്ട് അമ്മ രാവിലത്തെ ട്രെയിനിൽ പോയി. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. കുഴപ്പമില്ലാത്ത മേക്കപ്പാണ്. കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആരും മോശം പറഞ്ഞില്ല. എന്തായാലും ഇതിൽ എക്സ്ട്രാ ഞാൻ മാല മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പം എൻ്റെ കുത്തിയാണ് എൻ്റെ ഫേവറേറ്റ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.